ചേച്ചി, അവരിട്ട വളയും പാദസരം തിരിച്ചു കൊടുത്ത് തീരാന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. നീ പറഞ്ഞത് ശരിയാ, പക്ഷേ അതിനപ്പുറത്തും ചിലതുണ്ട്. അതൊന്നും മാറ്റാൻ പറ്റില്ല. വിധി. ചേച്ചി പറഞ്ഞ ദുർവിധി എന്തിനാ ചേച്ചി അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുന്നത്? ചേച്ചിയുടെ ജീവിതകാലം മുഴുവൻ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലേ? ഇത് എന്റെ സാമ്രാജ്യ. ഇവിടെ നീതി നിയമമല്ല, ഞാൻ തന്നെയാ. രക്തബന്ധത്തിന്റെ ബലത്തിൽ എന്നിൽ നിന്ന് അവളെ അകറ്റാൻ നോക്കിയാൽ പിന്നെ നീ ഒരിക്കലും അവളെ കാണില്ല. എനിക്ക് തരുന്ന വാക്ക് തെറ്റിക്കില്ല എന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ കൈപിടിക്കാം. നിനക്ക് ഞാൻ വാക്ക് തരുന്നു, നിന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല. അവര് വളയും പാദസരം ഇട്ടപ്പോ ചേച്ചിക്ക് എതിർക്കായിരുന്നില്ലേ? എന്നിട്ടും ചേച്ചി ഒരു വാക്കുപോലും പറയാതിരുന്നത് എന്താ? ആർക്ക് വേണ്ടിയാ ചേച്ചി ഈ ത്യാഗം സഹിക്കുന്നേ? ഏട്ടാ, അമരാവതിയിൽ വിശേഷം അറിഞ്ഞോ? ഡിക്കിയുടെ കല്യാണം ഉറപ്പിച്ചു. വൈറസിനോട് യുദ്ധം ചെയ്യുന്നത് തോക്കുകൊണ്ടല്ല, സാനിറ്റൈസർ കൊണ്ടാ. പിന്നെ അകലം പാലിക്കണം. നീ എന്ന വൈറസിന് ഞാൻ തീരുമാനിച്ച അകലം സിംഗപ്പൂരാ. നീ എന്താ പറഞ്ഞത്? ഡിക്കിയുടെ മാരേജ് ഫിക്സ് ചെയ്തു. അതുകൊണ്ടാണല്ലോ നമ്മളെ അയാൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ പറയല്ലേ. ഡിക്ക് നമുക്ക് വേണ്ടി ചെയ്തത് ഒരു നല്ല കാര്യല്ലേ? ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ എല്ലാം ഡിക്കിയുടെ സമ്മാനമല്ലേ? എന്നിട്ട് കുറ്റപ്പെടുത്തുന്ന പോലെ ഈ സംസാരം. ഡിക്ക് ഏട്ടനെ തമ്മി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കെന്തറിയാം? ഹണിമൂന്റെ പേര് പറഞ്ഞ് എന്നെ അവിടെ നോട്ടിച്ചാണെന്ന് നിനക്കറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. ഒരു പ്രശ്നവും ഇല്ല. അല്ല, ഈ രണ്ടാം കെട്ടിന് തലവെച്ചത് ഏത് ഹതഭാഗ്യാണോ ആവോ? ഏതോ ഒരു ജ്യോതി. ജ്യോതിയോ? പറച്ചിലേട്ടാ തോന്നും ഈ ജ്യോതി ഏട്ടന്റെ കൂട്ടുകാരിയാന്ന്. ഏട്ടന് ജ്യോതി അറിയാവോ? ഇല്ല. നീ ഫ്രഷ് ആവ്, നമുക്ക് പുറത്തുകൊണ്ടേ. ശരി. മിടുക്കനാടിക്കേ നീ. ഇതിനാണല്ലേ നീ ആ ജ്യോതിയെ സഹായിക്കാൻ കൂടെ കൂടിയത്? ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടും ചിലപ്പോൾ ബന്ധുക്കളുണ്ടാവും. നിന്റെ കയ്യിൽ നിന്ന് പ്രിയെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്ത നിമിഷം മുതൽ ഇത് നീയും ഞാനും തമ്മിലുള്ള കളിയായി മാറിക്കഴിഞ്ഞു. DK ജ്യോതിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രിയെ എനിക്കൊരിക്കലും കാണാൻ പോലും പറ്റില്ല. അങ്ങനെ എന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ട് അവളെ കല്യാണം കഴിക്കാമെന്ന് നീ വിചാരിക്കണ്ട. നീ ഇപ്പോ എന്റെ ശത്രുവാ. ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. ഇന്ന് രാത്രി തന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരികെ പോണം. എന്നിട്ട് മറുപടി ഉടൻ തന്നെ കൊടുക്കണം. കാത്തിരുന്നോ DK, ഇനി കാണാം കളി. നോ, അങ്ങനെ ത്യാഗം സഹിച്ച് ആരും ഇവിടെ നിൽക്കണമെന്നില്ല. ഞാനൊരു തീരുമാനം എടുത്താൽ അത് നടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനെ അംഗീകരിക്കാത്തവർക്ക് മറ്റെന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഏതോ ഒരു പെണ്ണിന് വേണ്ടിയാണോ DK ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്?
നിങ്ങൾ ഈ പറയുന്ന ഏതോ ഒരു പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുവന്നത് ആരാ? അമ്മായിയമ്മയെ കണ്ടുപിടിക്കാൻ ഇന്റർവ്യൂവും ഫാഷൻ പരേഡും ഒക്കെ നടത്തിയത് നിങ്ങൾ 3 പേരും ചേർന്നല്ലേ? അതൊക്കെ ശരിയാടിക്ക്. പക്ഷേ അവളിപ്പോ ഞങ്ങളെ ശത്രുക്കളായിട്ടാ കാണുന്നത്. അവളോടൊപ്പം ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വാക്ക് മാറ്റി പറയണം. അത് ഈ ജന്മത്ത് നടക്കില്ല. ഈ കല്യാണം നടന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സമാധാനം പോകും. നാണമില്ലേ നിനക്കിത് പറയാൻ? മീശയും വെച്ച് നടക്കുന്നു. ഒരു കാര്യം എനിക്കറിയണം. എനിക്ക് വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ പെൺകുട്ടി ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ ശത്രുവായി? അവള് കാരണം ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് ഞാനാ. അങ്ങനെ നോക്കുമ്പോ അവളെ ശത്രുവായി കാണേണ്ടത് ഞാനല്ലേ? എനിക്കില്ലാത്ത എന്ത് ശത്രുതയാണ് നിങ്ങൾക്ക് അവളോടുള്ളത്? കാരണം ഉണ്ടായതുകൊണ്ട് തന്നെയാ ഞാനിതിനെ എതിർക്കുന്നത്. ഇത് അയാളുടെ 2ാം വിവാഹമല്ലേ? അയാളുടെ ഭാര്യ എങ്ങനെയാ മരിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇങ്ങനൊരു പ്രതിസന്ധി വരുമെന്ന് നമ്മളാരെങ്കിലും വിചാരിച്ചോ? പിന്നെന്തിനാ നമ്മൾ അയാളുടെ ഭാര്യ മരിച്ചതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു? അതുമാത്രമല്ല ചേച്ചി, അഹങ്കാരികളായ 3 മരുമക്കൾ. അറിയാലോ അവരുടെ പ്രകൃതം. അവര് ചേച്ചിയെ പരമാവധി ദ്രോഹിക്കും. ഒരു നിമിഷം പോലും ചേച്ചിക്ക് ആ വീട്ടിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ എന്റെ വിധി ഇതാ. ഒഴിഞ്ഞു മാറാൻ എനിക്ക് പറ്റില്ല. ഞാൻ സ്വയം ഒരു പണയവസ്തു ആയിപ്പോയി. പണയവസ്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടി ചേച്ചി അയാളുടെ പണയവസ്തു ആയത്? നിനക്ക് വേണ്ടിയാ ഞാൻ എന്റെ ജീവിതം പണയവസ്തു ആക്കിയതെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ലല്ലോ മോളെ. അറവ് മൃഗത്തിനെ പോലെ ഞാൻ അയാൾക്ക് മുന്നിൽ നിൽക്കുന്നത് നിന്റെ രക്ഷയ്ക്കാണെന്ന് ഞാൻ എങ്ങനെ നിന്നോട് പറയും? ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. പക്ഷെ പറയാനൊരു ഉത്തരം എന്റെ കയ്യിലില്ല. ഒന്ന് മാത്രം എന്റെ മോള് മനസ്സിലാക്കിയാൽ മതി. ഈ വിവാഹം നടന്നാൽ മാത്രമേ ഈ വീട്ടിലെല്ലാവർക്കും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. അപ്പൊ ചേച്ചിക്കോ? ചേച്ചിയുടെ ജീവിതത്തിൽ സമാധാനം വേണ്ടേ? ആ നരകത്തിലേക്ക് ചേച്ചി ഞങ്ങൾ എറിഞ്ഞു കൊടുക്കണോ? ആ വിധി ഞാൻ സ്വീകരിച്ചോളാം. നിങ്ങളെ ആരെയും അപമാനിക്കാനോ വേദനിപ്പിക്കാനോ അല്ല ഞാൻ ഈ തീരുമാനം എടുത്തത്. ആരൊക്കെ എതിർത്താലും ഒപ്പം നിന്നാലും എന്റെ 2ാം ഭാര്യയായിട്ട് വരാൻ പോകുന്നത് ജ്യോതി മാത്രമായിരിക്കും. ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും. അത് സത്യമാണ്. അയാളുടെ 2ാം ഭാര്യയായിട്ട് തന്നെയാ ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലേണ്ടത്. എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. നീ കണ്ടില്ലേ മമ്മിയുടെ സന്തോഷം? ജീവിതത്തിൽ ആദ്യമായിട്ടാ മമ്മി എന്നെ മോളെ എന്ന് വിളിക്കുന്നത്. അത് സ്നേഹം കൊണ്ടാണെന്നാണോ ചേച്ചിയുടെ വിചാരം? അമരാവതി വീട് നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് അമ്മയ്ക്കറിയാം. എനിക്കൊരു നല്ല ജീവിതം കിട്ടിയ അത് നിങ്ങൾക്കും കൂടി അനുഭവിക്കാനുള്ളതല്ലേ? ഇതാണോ ഒരു നല്ല ജീവിതം? അയാളുടെ രീതിയും സ്വഭാവമൊക്കെ ചേച്ചിക്കറിയില്ലേ? അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ആ വീട്ടിലെ അമ്മായിയമ്മയുടെ സ്ഥാനത്തേക്ക് ചെല്ലുന്നത് കൊണ്ട് അവിടെ എനിക്കൊരു കുറവും വരില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നല്ലതിന്. അങ്ങനെയാ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ചേച്ചി എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. അതൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ ചേച്ചി ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ പറയുന്നത്.
പറയേച്ചി, ഞാൻ അറിയാത്ത എന്ത് കാര്യം ചേച്ചിയുടെ മനസ്സിലുള്ളത്? ഒന്നുമില്ല മോളെ. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് നിന്റെ ജീവിതം, ഈ വീടിന്റെ സന്തോഷം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതില് ഒരു മാറ്റമില്ല. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ DK പറയുന്നത്? നിങ്ങളാണ് ഈ കുടുംബത്തിന്റെ ശക്തി. ജ്യോതി ഈ വീട്ടിൽ അമ്മായിയമ്മയുടെ സ്ഥാനത്ത് വരുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള സ്ഥാനത്തിനോ സ്വാതന്ത്ര്യത്തിനോ ഒരു കുറവും സംഭവിക്കില്ല. ഇപ്പോഴും DK ആ പഴയ 7 കണ്ടീഷനിൽ ഉറച്ചു നിൽക്കുകയാണോ? അതോ ജ്യോതിയെ കണ്ടപ്പോ അതിൽ മാറ്റം സംഭവിച്ചോ? ഉറച്ച തീരുമാനങ്ങളെ ഞാൻ എടുക്കും. അതിനെനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്റെ സുപ്രിയ. അവളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഈ വിവാഹം. അവളൊരു അഹങ്കാരി പെണ്ണാണെന്ന് നല്ല ബോധ്യം ഉണ്ടായിട്ടും DK അവളെ സ്വീകരിക്കാൻ തീരുമാനിച്ചതാ ഞങ്ങൾക്ക് അത്ഭുതം. സുപ്രിയയുടെ തീരുമാനം അതാണ്. ഞാനത് അനുസരിക്കുന്നു മാത്രം. ഭാര്യമാർക്ക് സ്വന്തം ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ട്. പക്ഷേ അത് നിങ്ങളുടേതാക്കി മാറ്റരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഫയലിലുണ്ട്. അത് മാത്രം ചെയ്താൽ മതി. മെയിലിൽ എന്റെ തീരുമാനങ്ങളെ തിരുത്താൻ ശ്രമിക്കരുത്. ഈ കല്യാണം നടക്കും പ്രിയേ, നടന്നേ തീരൂ. നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഹാപ്പിയാടി, വളരെ ഹാപ്പി. ദേഷ്യം വരുമ്പോ മമ്മി എന്നോട് പറയുന്ന വാക്കുണ്ട്, നിന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും കെട്ടിച്ചു വിട്ടാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടൂന്ന്. മമ്മി പറഞ്ഞത് ഇപ്പൊ സത്യായി എന്ന് തോന്നുന്നു. എന്റെ ജീവിതം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ കുടുംബത്തിനും കൂടി വേണ്ടിയുള്ളതാ. ഈ കല്യാണം നടന്ന നിങ്ങൾക്കെല്ലാം സമാധാനം കിട്ടും. നിന്റെ ജീവിതം സുരക്ഷിതമാവും. ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട് ഒരിക്കൽ മോക്ക് മനസ്സിലാവും. ഇപ്പൊ തൽക്കാലം നമുക്ക് കിടന്നുറങ്ങാം. ചെല്ല്. അമരാവതിയിലെ മരുമക്കൾക്ക് അമ്മായിയമ്മയായി ആ മതിൽക്കെട്ടിനുള്ളിൽ എരിഞ്ഞു തീരും എന്റെ ജന്മം. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ഈ ജന്മം മാത്രമല്ല, ഇനി എത്ര ജന്മം വേണമെങ്കിലും ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞു തീരാൻ എനിക്ക് സന്തോഷമുള്ളൂ. എനിക്കെന്റെ ഭാര്യ വലുത്. അവളെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഭാര്യയുള്ള എന്നെ പ്രേമിക്കാൻ നിനക്ക് നാണമില്ലേ? നോക്ക്, ഇനി മേലിൽ എന്റെ പിന്നാലെ വരരുത്, എന്നെ വിളിക്കരുത്. അതുകൊണ്ട് നീ എന്റെ ജീവിതത്തിൽ വേണ്ട.
പ്രിയേ, പ്രിയേ, എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നീ പോയതല്ലേ? ഇനി ഒന്നും ഓർമ്മിപ്പിക്കാൻ ഇനി എന്നെ കാണാൻ വരണ്ട. പ്രിയ, അങ്ങനെ സംഭവിച്ചു പോയി. അല്ലാതെ മലപ്പുറം നിന്നെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചതോ പറഞ്ഞതോ ഒന്നും അല്ല. നിന്റെ ഭാര്യ ഒരു സാഡിസ്റ്റ് ആണെന്ന് നീ എന്നോട് പറഞ്ഞു. അവൾ നിന്നെ പീഡിപ്പിച്ച് രസിക്കുവാണെന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഉടനെ ഡിവോഴ്സ് നടക്കും, എന്നിട്ട് എന്നെ വിവാഹം കഴിക്കുന്ന നീ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം നീ വന്ന് പറഞ്ഞു നിന്റെ ഭാര്യയാണ് നിനക്ക് ഏറ്റവും വലുതെന്ന്. ഇപ്പൊ നീ പറയുന്നു എന്നെ മറക്കാൻ പറ്റില്ല എന്ന്. ഇതിലേതാവിനാ ശരി? ഇപ്പൊ ഞാൻ പറയുന്നതാ നീ വിശ്വസിക്കേണ്ടത്. എനിക്ക് നിന്നെ വേണം പ്രിയ. എന്റെ ഭാര്യയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. പിന്നെ എന്തിനാ നീ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് നാടകങ്ങളൊക്കെ കളിച്ചത്? ജീവനിൽ കൊതിയുള്ളതുണ്ട്. നിന്റെ ചേച്ചി എനിക്ക് ഭയമാണ്. നിന്റെ ചേച്ചിയാ എല്ലാത്തിനും കാരണം. നിനക്കറിയോ, എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുക നിന്റെ ചേച്ചി. നീ എന്തൊക്കെ പറയുന്നേ? നീ വിചാരിക്കുന്നപ്പോ ചേച്ചി അത് കേറി പോടിയോത്ത പോവാൻ. നീ എന്തിനാ ഈ അസമയത്ത് വീണ്ടും വന്നത്? നീ എന്ത് വിചാരിച്ചു? DK കൊണ്ട് വിരട്ടിയാൽ ഞാനങ്ങ് ഭയന്നു പോകുന്നു. പ്രിയയുടെ മനസ്സിൽ നിന്ന് എന്നെ ഇറക്കിവിടാൻ നിനക്കൊരിക്കലും കഴിയില്ല. ദേ കണ്ടില്ലേ, ഞാൻ വന്ന് വിളിച്ചപ്പോ അവൾ വീണ്ടും ഇറങ്ങി വന്നത്. DK അല്ല, ആര് വിചാരിച്ചാലും നിന്റെ അനിയത്തിയെ ഞാൻ കൊണ്ടുപോകും. തടയാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്കണേ. പ്രിയ, നീ എന്തായി കാണിച്ചേ? എനിക്ക് കഴിയുന്നില്ല ചേച്ചി, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. വന്ന് വിളിക്കുമ്പോ എന്നെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകുന്നു. നിങ്ങൾ തന്ന ഉറപ്പെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി DK. ഒരു കഴുകനെ പോലെ എന്റെ അനിയത്തെ കൊത്തിയെടുക്കാൻ അവൻ ഇനിയും വരും.
നിങ്ങളുടെ വാക്കിന് ഇത്ര വിലയില്ലെന്ന് ഞാൻ കരുതിയില്ല. എന്റെ അനിയത്തിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളോട് ഒരു സഹായം ചോദിച്ചത്. അതിനു പകരമായി ഈ ഹിറ്റ്ലറിന്റെ ഭാര്യ എന്ന മുൾക്കിരീടോ നിങ്ങൾ എന്റെ തലയിൽ വെച്ചു തരാൻ നോക്കിയത്. ഒരു വാക്കിന്റെ ബലത്തിൽ നിങ്ങൾ എന്നെ ചങ്ങലക്കിട്ടു. ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? അല്ല, എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കേണ്ട കാര്യമില്ലല്ലോ. ദാ, ഇത് തിരിച്ചു വാങ്ങണം. ഇതിന്റെ ആവശ്യം എനിക്കിനില്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം പ്ലീസ്. നിക്ക്.